വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ശാരിക. ഉറച്ച ശബ്ദത്തിൽ തന്നെ അവളിത് പറയുകയും ചെയ്യുന്നുണ്ട്. തുടക്കം മുതലേ നവീനുമായിട്ടുള്ള വിവാഹം തനിക്കിപ്പോൾ വേണ്ട, പിന്നീട് മതിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആദ്യമൊക്കെ എല്ലാവരും കരുതുന്നു മറ്റാരോടെങ്കിലും ഇനി ഇഷ്ടമെങ്ങാനുണ്ടോ, അതുകൊണ്ടാണോ വിവാഹത്തെ എതിർക്കുന്നതെന്ന്. പക്ഷേ അവൾ പറയുന്നുണ്ട്, എനിക്ക് മറ്റാരെയും ഇഷ്ടമല്ല, പക്ഷേ നവീനുമായിട്ടുള്ള വിവാഹം ഉടനെ വേണ്ട, എനിക്ക് സമാധാനത്തിൽ പഠിക്കണം, സമാധാനത്തിൽ എക്സാം എഴുതണം. അവളുടെ ആഗ്രഹം ചിലപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം എന്നായിരിക്കാം. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് അവൾ അങ്ങനൊരു വേഷം കെട്ടി നിൽക്കാൻ പോലും ഇടയായത് എന്നൊക്കെ പറയുമ്പോൾ രാധികയും മാധവനും ഒക്കെ ആകെ അങ്ങ് വിഷമത്തിലാകുന്നു. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ വിവാഹം നടത്തും? ഗൗരിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നവീനുമായിട്ടുള്ള വിവാഹം നടത്തണമെന്നുള്ളൊരാഗ്രഹം അറിയിക്കുന്നതിനെ തുടർന്ന് അവരോടിനി എന്ത് പറയും? ഇവളുടെ പെരുമാറ്റത്തിൽ തന്നെ അവർക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാധവൻ പറയുന്നു, അത് ദേവിക മോളും നന്ദനും എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും, നീ വിഷമിക്കേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ശാരികയ്ക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം എന്നായിരുന്നു നല്ലത്. ഓഫീസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവികയെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നന്ദൻ വന്ന് വിളിക്കുമ്പോൾ ദേവിക വല്ലാണ്ട് പേടിക്കുന്നു. അവളുടെ ഭയം കണ്ടിട്ട് നന്ദൻ ആകെ പേടിയാവുന്നു. ഓഫീസിൽ അവർ വല്ല വഴക്കും പറഞ്ഞോ? മോളത്തെ നിലയിൽ നീ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടോ? എന്താ കാര്യം എന്നൊക്കെ തിരക്കുന്നു. പക്ഷേ ദേവിക താലിയിൽ തൊട്ട് ചെയ്ത ആ സത്യത്തെക്കുറിച്ച് ഓർത്ത് ഒന്നും വിട്ടു പറയുന്നില്ല. അച്ഛനെക്കുറിച്ച് ഓർത്താണ് താൻ വിഷമിച്ച് നിൽക്കുന്നതെന്ന് കള്ളത്തരം പറയുന്നു. അച്ഛനെക്കുറിച്ച് ഓർത്താണെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ താൻ എന്തോ എന്നോട് മറയ്ക്കുന്നു എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു. എന്തായാലും ചന്ദ്രമതി ആൻറ്റിയെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് വല്ലാത്ത വിഷമം. എന്തൊക്കെയാണ് ആ ത്യാഗരാജനും മോഹൻ തമ്പി വക്കീലും കൂടി കോടതിയിൽ വരുത്തി തീർത്ത് വച്ചിരിക്കുന്നത്, ഇതെങ്ങനെ അവർ ഉൾക്കൊള്ളുമെന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടെന്നൊക്കെ രൂപത്തിൽ സംസാരിക്കുമ്പോഴും ദേവിക ആ ഋഷിയെ കണ്ടതും അരുന്ധതി മേഡം പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നു. അങ്ങനെ പിറ്റേന്ന് അവർ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നു. ഋഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പൂജയും വഴിപാടും ഒക്കെ നടത്തിയിട്ടുണ്ട് ദേവിക. അതേസമയം ഋഷിയാണെങ്കിൽ ലീനയെ കാണണമെന്ന് വാശി പിടിച്ച് ഇരിക്കുന്നുണ്ട്. എന്നാൽ അധികം താമസിക്കാതെ തന്നെ ലീനയെ കാണിക്കാമെന്ന് വാക്ക് കൊടുത്ത് ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് അരുന്ധതി. അതേസമയം ജിൻസി ആണെങ്കിൽ ദേവികയെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. ക്ഷേത്രത്തിലൊക്കെ പോയി പ്രസാദവും കൊണ്ട് 2 വട്ടം ബെല്ലടിച്ചിട്ടും ഡോർ ആരും തുറക്കുന്നില്ല. ആ ബെല്ലടി സൗണ്ട് കേട്ടിട്ട് തന്നെ ഋഷി പറയുന്നുണ്ട്, ദേ ലീന വന്നു. മോനെ, അത് ലീനയല്ല, ഓഫീസിലെ സ്റ്റാഫാണ് വന്നത്. അല്ല, ലീനയാണെന്ന് വാശി പിടിക്കുമ്പോൾ അരുന്ധതി താഴേക്ക് വരാൻ ഒരുങ്ങുന്നു. അതേസമയം ബെല്ലടിച്ചിട്ടും ആരും വന്ന് ഡോറ് തുറക്കാത്തതിനെ തുടർന്ന് ദേവിക അകത്തേക്ക് വരുന്നു. അത് കണ്ടതും ജിൻസി വന്ന് ഒരുപാട് ചൂടാവുന്നുണ്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് കയറിയത്? ബെല്ലടിച്ചിട്ട് ആരും വന്ന് ഡോറ് തുറന്നില്ല, അതുകൊണ്ടാണ് കയറി. ആരും വന്ന് തുറന്നില്ലെന്ന് പറഞ്ഞ് ഉടനെ കയറി വരുവാന്നോ? ഇന്ന് മുതൽ നിൻ്റെ ഇവിടുത്തെ ജോലി അവസാനിച്ചു. നാളെ മുതൽ നീ ഓഫീസിൽ വർക്ക് ചെയ്താൽ മതി. നീ വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് പോയല്ലേ? മേഡം എന്നോട് പറഞ്ഞിരുന്നു, ഇന്നത്തോടെ നിൻ്റെ ഇവിടുത്തെ ജോലി അവസാനിക്കുക, പൊക്കോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ദേവിക വല്ലാണ്ട് വിഷമിക്കുന്നു. മുകളിലത്തെ നിലയിൽ കയറാനുള്ള കാര്യം പറയാൻ ഒരുങ്ങുന്നെങ്കിലും ജിൻസി അതുപോലും സമ്മതിക്കുന്നില്ല. അന്നേരം അരുന്ധതി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ജിൻസി കാണുന്നു. ദേ മേഡം, ഇന്ന് മുതൽ ഇവിടെ വേണ്ട, ഓഫീസിൽ തന്നെ പൊക്കോട്ടെ, ഞാൻ ഇവളെ പറഞ്ഞു വിടുകയെന്ന് പറയുമ്പോൾ, വേണ്ട ജിൻസി, ദേവിക മുകളിൽ കയറാനുണ്ടായ സാഹചര്യം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പം ജിൻസിക്ക് ആകെ ഷോക്കാവുന്നു. കാരണം അന്നൊരിക്കൽ ദേവിക മുകളിലത്തെ നിലയിൽ കയറിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ആ പരിഭവത്തിന് അരുന്ധതി മേഡം തൻ്റെ കവളത്തടിച്ചതൊക്കെ ഓർക്കുന്നു. ഇതെന്തു പറ്റി മേഡത്തിനെന്നുള്ള ആ ഒരു ഷോക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് ജിൻസി. ദേവികയുടെ കയ്യിലെ പ്രസാദവും നെറ്റിയിലെ കുറിയൊക്കെ കണ്ടിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ദേവിക അമ്പലത്തിൽ പോയിട്ടാണോ വന്നത്? അതേ മേഡം, നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഒരു ദേവീക്ഷേത്രം ഇല്ലേ, അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. മാത്രമല്ല ഇന്നലെ ഋഷിയെ കണ്ടതു മുതൽ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു വിഷമം, അതുകൊണ്ട് ഋഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേക വഴിപാട് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നത് കേട്ടതും അരുന്ധതി എന്തെന്നില്ലാത്തൊരു സ്നേഹത്തിൽ ദേവികയെ തന്നെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നു. അതേസമയം ജിൻസിക്ക് ഇതൊന്നും കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദേവിക എന്തായാലും അരുന്ധതിയുടെ മനസ്സിനെ തണുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴേ അവർ ദേവികയിൽ ഒരല്പം കരുണയും സ്നേഹമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ മകന് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അരുന്ധതിക്ക് തോന്നലുണ്ടാക്കിക്കും. എന്തായാലും പ്രഭാവതിയും കുടുംബവും കാരണം സമാധാനം നഷ്ടപ്പെട്ട അരുന്ധതിയുടെ കുടുംബത്തിന് താങ്ങായി നിൽക്കും നമ്മുടെ ദേവിക.
ഋഷിയെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദേവിക വേണ്ടി വന്നാൽ ലീനയായിട്ട് നാടകം കളിക്കാനും തയ്യാറായ ഒരു പെൺകുട്ടി തന്നെയാണ് നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്. അതെന്തായാലും അരുന്ധതിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്തായാലും സ്ട്രോങ് ആയ നിലപാടിൽ തന്നെ നിൽക്കുന്ന ആ ശാരിക ഗൗരിക്ക് തലവേദനയാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഗൗരിയായിട്ട് മുൻകൈ എടുത്ത് നടത്താൻ പോകുന്ന ഒരു വിവാഹമായതുകൊണ്ട് തന്നെ പ്രഭാവതിയും എല്ലാവരും നിർബന്ധിച്ചാണ് ശാരികയെ കൊണ്ട് വിവാഹത്തിന് സമ്മതം എടുപ്പിക്കുന്നത്. എന്നാൽ ശാരികയ്ക്ക് മനസ്സാലെ സമ്മതമൊന്നുമില്ല എന്ന് പറഞ്ഞ് മറ്റാരെയും ഇഷ്ടവുമില്ല. എന്നാൽ കുറച്ച് സാവകാശമാണ് ചോദിക്കുന്നത്. അത് ഗൗരിക്കും കുടുംബത്തിനും പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ചാൻസ് ആകും. മിക്കവാറും അതിൻ്റെ പേരിൽ ഗൗരിയെയും ദേവികയും തമ്മിൽ ഉടക്കാൻ വരെ കാരണമായേക്കാം. എന്താകുമെന്ന് കാത്തിരിക്കാം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.